ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. സാധാരണഗതിയിൽ ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഭക്ഷണ പദാർത്ഥത്തിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതല്ലാണ്ട് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഈ ഒരു ഉപ്പ് കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാണ്ട് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പിന് പകരം പൊടിപ്പാണെങ്കിലും മതി കേട്ടോ. നല്ലൊരു കൃമിനാശിനിയാണ് നമ്മുടെ ഉപ്പ്. അതുപോലെ തന്നെ ഈ ഒരു ഉപ്പ് നമുക്ക് ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു കല്ലുപ്പിലേക്ക് നല്ല ചൂടോടുകൂടിയുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ കിച്ചണിൽ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്ക്രബ്ബറാണ് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് അണുക്കളും ബാക്ടീരിയാസൊക്കെ ഈ ഒരു സ്ക്രബ്ബറിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 2 ദിവസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നല്ല ചൂടോടുകൂടിയുള്ള വെള്ളത്തിലേക്ക് കല്ലുപ്പ് ഇട്ട് വെച്ച് ഈ ഒരു സ്ക്രബ്ബറൊക്കെ നമ്മൾ ഓവർനൈറ്റ് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് അടുത്ത ദിവസം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള അണുക്കളും ബാക്ടീരിയകളൊക്കെ നമുക്ക് റിമൂവായി കിട്ടും. നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ നമുക്കത് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു നല്ലൊരു ടിപ്പാണ്. വീടുകളിൽ നല്ല രോഗങ്ങളും കാര്യങ്ങളൊക്കെ പരക്കാണ്ട് കൊണ്ട് നമുക്ക് നോക്കാൻ പറ്റിയൊരു നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ സ്ക്രബ്ബർ ഇതുപോലെ ഹൈജീനിക്കായിട്ട് വെക്കുക എന്നുള്ളത്. ഉറപ്പായിട്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് 2 കൈപ്പിടി അളവ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 3/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാനുള്ളത് 2 ടേബിൾ സ്പൂണോളം വിനീഗറാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള യൂസ് ഒന്ന് നോക്കാം. ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ തോർത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ തോർത്തൊക്കെ ചിലപ്പോൾ വെള്ള തോർത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള ഗ്രേ കളറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിമ്പൻ പിടിച്ച് കളയും. അങ്ങനെ കരിമ്പൻ പിടിച്ച തോർത്തൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ജസ്റ്റ് ആ ഒരു തോർത്തൊക്കെ അല്ലെങ്കിൽ വെള്ള തുണികളാണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അതൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കരിമ്പനൊക്കെ പോയി കിട്ടും കേട്ടോ. തോർത്തുകളിലൊക്കെ മിക്ക സമയങ്ങളിലും നമുക്ക് വേഗത്തിൽ ഈ കരിമ്പൻ കയറാറുണ്ട് വെള്ളത്തോർത്തിലൊക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ കരിമ്പനൊക്കെ റിമൂവ് ചെയ്ത് കളയാം. നമുക്ക് ഏകദേശം 2-3 മണിക്കൂർ നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കൈ കൊണ്ടാണെങ്കിലും മെഷീനിലാണെങ്കിലും നിങ്ങളൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു കരിമ്പനൊക്കെ വേഗത്തിൽ ഇളകി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷിങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പിടി കല്ലുപ്പൊന്ന് ഇട്ട് വെച്ച് നമ്മൾ കിടക്കുവാണെങ്കിൽ ഷിങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ പൊയ്ക്കോളൂ കേട്ടോ. നമ്മൾ രാത്രി ഇട്ട് വെക്കുന്ന ഈ ഒരു കല്ലുപ്പ് ആ ഷിങ്കിലുള്ള വെള്ളം കൊണ്ട് തന്നെ മെല്ലെ മെല്ലെയായിട്ട് അത് അലിഞ്ഞ് പോയിക്കോളും. പിന്നീട് രാവിലെ നമ്മൾ എണീറ്റതിന് ശേഷം നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമൊന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഷിങ്കിൽ എന്തെങ്കിലും അണുക്കളോ ബാക്ടീരിയാസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ റിമൂവ് ആയിട്ട് നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ഫോയിൽ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിന് ബാഡ് സ്മെല്ലൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. ഇനി ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫ്രീസറിൽ നമ്മൾ ചിലപ്പോൾ മീൻ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ നമ്മൾ ഇതുപോലെ നോൺ വെജ് ഒക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് പിന്നീട് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഫ്രീസർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ അതൊന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പൊക്കെ വെച്ച് നിങ്ങൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ഫ്രീസർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാഡ് സ്മെല്ലോ നോൺ വെജിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ വെച്ചതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഇതുപോലെ കുഞ്ഞു ബാഗുകളും ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ദിവസവും നമ്മൾ ഉപയോഗിക്കാണ്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ബാഗുകളൊക്കെ പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ബാഡ് സ്മെൽ അതിൽ നിന്ന് വരും. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ബാഗൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ആ ഒരു ബാഗിനകത്തേക്ക് ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഉപ്പ്
നന്നായിട്ടൊന്ന് തട്ടിയെടുത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു ബാഗിൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്. ബാഗിൽ മാത്രമല്ല നമ്മുടെ വീടുകളിലുള്ള ഷൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ബാഡ് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഉപ്പ് ഇട്ട് വെച്ച് നിങ്ങൾ ഒന്ന് എടുത്ത് കളയുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം വെച്ചാൽ മതി. ആ ഒരു ഉപ്പൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. സാധാരണയായിട്ട് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ തൊലിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആ ഒരു സ്മെല്ല് നമുക്ക് എന്ത് തന്നെ നമ്മൾ ഇട്ട് കഴിക്കാനും പോവില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ്. അങ്ങനെയൊക്കെ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് കല്ലുപ്പ് നമ്മൾ ഇതുപോലെ കയ്യിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സ്മെല്ലൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. ഞാനിത് ഈ ഒരു ടിപ്പ് ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ടിപ്പ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കൽ കൂടി ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇതുപോലെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും കേട്ടോ. ഒരുപാട് പ്രയോജനകരമായൊരു ടിപ്പാണ്. നമ്മൾ കിച്ചണിൽ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു മിക്സിയൊക്കെ. അപ്പോൾ ജാറിന് മൂർച്ചയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് മൂർച്ചയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മൂർച്ചയേക്കാൻ പറ്റിയൊരു കിഡിലൻ ഐഡിയ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ കല്ലുപ്പിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ മൂർച്ച പോയ ജാറിൻ്റെ ബ്ലേഡൊക്കെ നന്നായിട്ട് മൂർച്ചയാവും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ഞാനിതാ ഇതുപോലൊരു ബൗളിലേക്ക് ഏകദേശം 1/2 ടീസ്പൂണോളം സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സോപ്പ് പൊടി ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം ഉപ്പാണ്. ആ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് സോപ്പ് പൊടി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനാഗിരിയാണ്. ആ വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങത്തക്ക രീതിക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാനുണ്ട്. ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട്. ഉപ്പും കൂടെ ചേർത്തത് കൊണ്ട് നമുക്ക് നല്ലൊരു അണുനാശിനി കൂടിയാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങത്തക്ക രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടുള്ള യൂസ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ ബാത്റൂമിലുള്ള വാൾ ടൈൽ അതുപോലെ തന്നെ ഫ്ലോർ ടൈലൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കരിമ്പനും കാര്യങ്ങളും അതുപോലെ തന്നെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നല്ലൊരു ക്രിമിനാശിനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊരു സൊല്യൂഷൻ റെഡിയാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊരു സൊല്യൂഷൻ റെഡിയാക്കി നിങ്ങളുടെ ബാത്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. നല്ല ഹൈജീനിക്കായിട്ട് തന്നെ നമുക്ക് ബാത്റൂമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഒരുപാട് രോഗങ്ങളൊക്കെ പരക്കുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഈ ഒരു സൊല്യൂഷനൊക്കെ റെഡിയാക്കി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് വേഗത്തിൽ അണുക്കളും അഴുക്കുകളും കയറിയിരിക്കുന്ന സ്ഥലമാണ് ഈ ഒരു ടൈലിൻ്റെ ഇടഭാഗങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് കൂടുതൽ സൊല്യൂഷൻ നിങ്ങൾ അപ്ലൈ ചെയ്തൊന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അണുക്കളും ബാക്ടീരിയാസും ഒക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ റിമൂവ് ആയി കിട്ടും. നല്ല ക്ലീൻ ആയിട്ടുണ്ടാവട്ടെ നമ്മുടെ ബാത്റൂമിൻ്റെ വാൾ ടൈലും ഫ്ലോർ ടൈലും ഒക്കെ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ഫ്ലോർ ടൈലും ബാത്റൂമിൻ്റെ ഫ്ലോർ ടൈലിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലോർ ടൈലിൻ്റെ ആ ഒരു ഗ്യാപ്പിലൊക്കെയാണ് എപ്പോഴും ആ ഒരു പുഴുക്കളൊക്കെ ഉണ്ടാവും, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈലിൻ്റെ ഗ്യാപ്പിലുള്ള പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നീങ്ങി കിട്ടും കേട്ടോ. നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു ഉപ്പ് കൊണ്ട് നമുക്ക് ഭക്ഷണ പദാർത്ഥത്തിന് രുചി കൂട്ടാൻ മാത്രമല്ല നമ്മുടെ വീട് മുഴുവൻ ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരുപാട് ടിപ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.